ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിച്ച സ്ഥാപനത്തിനെതിരെ നടപടി. തിരുവല്ല ആസ്ഥാനമായ സത്യം മിനിസ്ട്രീസിനെതിരെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപടി സ്വീകരിച്ചത്. സ്ഥാപനത്തിൽ പാർപ്പിച്ചിരുന്ന കുട്ടികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് CWCയുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. 2 മാസങ്ങൾക്ക് മുൻപാണ് മണിപ്പൂരിൽ നിന്നും 53 കുട്ടികളെ ചാരിറ്റബിൾ സൊസൈറ്റിയായ സത്യം മിനിസ്ട്രീസ് കേരളത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ കൃത്യമായ ചട്ടങ്ങൾ പാലിക്കാതെയാണ് കുട്ടികളെ തിരുവല്ല മനക്കച്ചിറയിലെ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. തുടർന്ന് മറ്റു പരാതികൾ കൂടെ ലഭിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സത്യം മിനിസ്ട്രീസിൽ പരിശോധന നടത്തിയത്. 53 കുട്ടികളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. എന്നാൽ വീണ്ടും സ്ഥാപനത്തിലെത്തിയപ്പോൾ 28 കുട്ടികളെ മാത്രമേ കണ്ടെത്താനായുള്ളൂ. ഇത് പോലീസ് SP-ക്ക് കിട്ടിയ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതിയാണ്. അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തന്നു. അപ്പോൾ ഇതിലെല്ലാം ഈ കുട്ടികളുടെ പരാതി എന്നുള്ളതിനപ്പുറമായിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന വഴി അത് നിയമം അനുശാസിക്കുന്ന വഴിയിലല്ല. എന്നാൽ ഈ കുട്ടികളെ മാറ്റുന്നതുമായി ബന്ധിപ്പിച്ചുള്ള നടപടികൾക്കായിട്ട് ഇന്നലെ വരുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ആദ്യ പരിശോധനയിൽ കണ്ട കുട്ടികളുടെ എണ്ണം കുട്ടികളിപ്പോൾ ഇല്ല. ആദ്യം 32 ആൺകുട്ടികളുണ്ടായിരുന്നതിൽ ഇപ്പോൾ 19 പേര്. ആദ്യം 24 പെൺകുട്ടികളുള്ളതിൽ ഇപ്പോൾ 9 പെൺകുട്ടികൾ. ബാക്കിയുള്ളവരെ ഇതിനിടയ്ക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. ആ മാറ്റിയ കുട്ടികൾ ആരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന 19 ആൺകുട്ടികളെ കൊല്ലത്തേക്കും 9 പെൺകുട്ടികളെ തിരുവല്ലയിൽ തന്നെയുള്ള നിക്കോൺസൺ സ്കൂളിലേക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് മാറ്റി. കുട്ടികളുടെ രേഖകളടക്കം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കാണാതായ മറ്റു കുട്ടികളെ കണ്ടെത്താനായി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.